എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി കോഴ്സിലേക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കണം, എങ്ങനെയാണ് എൻ്റെ സ്റ്റഡി എക്സ്പീരിയൻസ്, എൻ്റെ ഇന്റേൺഷിപ്പ് എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെ ഇന്റർവ്യൂവിന് പോയി, ഞാൻ അതിനുശേഷം എങ്ങനെ ജോലിക്ക് കയറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു 4 വീഡിയോസ് തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി കോഴ്സിനെ പറ്റി തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട്സ് മാറിയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ എൻ്റെ കമന്റ് പിൻ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഇനിയുമുള്ള ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരാം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് എല്ലാം ഇന്ന് വായിച്ച് അതിനുള്ള എക്സ്പ്ലനേഷൻസ് ആയിരിക്കും ഞാൻ ഇന്ന് തരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഓൾറെഡി ഞാൻ കമന്റ്സിന് മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഒരുപാട് കമന്റ്സ് വന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെയും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കമന്റ് വായിക്കാം. എബ്രോഡ് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ആഫ്റ്റർ ഡിപ്ലോമ OT? ഇപ്പോൾ കറണ്ട് കണ്ടീഷനിൽ ഡിപ്ലോമ പഠിച്ചവർക്ക് എബ്രോഡ് ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ കറണ്ട് കണ്ടീഷൻ ഓഫ് OT ആൻഡ് AT ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ചെന്ന് കണ്ടു നോക്കാം. അതിൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതിൽ ഞാൻ കമന്റ്സിന്റെ ആൻസേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ എബ്രോഡ് എല്ലാവരും ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc തന്നെയാണ്. ഡിപ്ലോമ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് പലർക്കും ജോബ് കിട്ടുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് കമന്റ് എന്ന് പറയുന്നത്, മാം ഞാൻ ഈ കോഴ്സ് കേരളത്തിൽ എടുക്കാൻ നോക്കുന്നുണ്ട്, LBS വഴി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്നാണെന്ന് അറിയുമോ? LBS വഴി എന്നാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്നുള്ളതും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. LBS അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട് BScയുടേത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ കോഴ്സിന് BSc ഇല്ല. ഈ കോഴ്സ് അമൃത എറണാകുളം മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ബാക്കി കേരളത്തിലുള്ള ഒരു ജില്ലയിലും ഈ കോഴ്സ് ഇല്ല കേട്ടോ. അതായത് BSc OT/AT ഇല്ല, ഡിപ്ലോമ OT/AT ഉണ്ട്. ഈ കോഴ്സ് LBS വഴിയാണോ അപ്ലൈ ചെയ്യേണ്ടത്? അതെ, ഈ കോഴ്സ് LBS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡിപ്ലോമയാണ് LBS വഴി ഉള്ളത്. നമുക്ക് BSc ഇല്ല. BSc പഠിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തു പോയി പഠിക്കേണ്ടി വരും, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കേണ്ടി വരും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, തമിഴ്നാട് ആ ഒരു ഏരിയയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അവിടുത്തെ യൂണിവേഴ്സിറ്റി, അവിടുത്തെ അഫിലിയേഷൻ, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ കോളേജ് ഇതെല്ലാം ഉറപ്പുവരുത്തി നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാലും നല്ല വാല്യൂ ഉണ്ടാകും എന്ന ഒരു സ്ഥലത്ത് മാത്രമേ ചെന്ന് അഡ്മിഷൻ എടുക്കാവൂ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹലോ മാം, ശ്രീ ഷൺമുഖ കോളേജിനെ പറ്റി അറിയാമോ? കോളേജിൽ ഹോസ്പിറ്റൽ ഉണ്ടോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് പ്ലീസ് റിപ്ലൈ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇത് തമിഴ്നാട്ടിലുള്ള ഒരു കോളേജാണ്. തമിഴ്നാട്ടിലെ മിക്ക കോളേജിനെ പറ്റിയിട്ടും എനിക്കറിയില്ല പേഴ്സണലി. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ആദ്യം നോക്കിയതും തമിഴ്നാട് തന്നെയാണ് BSc എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച ഒരു കോളേജിന്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഏതോ ഒരു കാട്ടിനകത്തുള്ള ഒരു കോളേജ് ആയിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടുത്തെ സീനിയേഴ്സിനോടൊക്കെ സീനിയേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ പെട്ട് നിൽക്കുവാണ്, ഈ കോളേജിൽ ജോയിൻ ചെയ്യരുതെന്ന് പറഞ്ഞതിന് കാരണമാണ് ഞാൻ ആ കോളേജിൽ നിന്ന് വിട്ടുമാറിയതും തമിഴ്നാട്ടിലോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചതും. പക്ഷേ തമിഴ്നാട്ടിലും നല്ല അഫിലിയേഷൻ ഉള്ള കോളേജ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് പോയി അന്വേഷിക്കണം. മുന്നത്തെ പോലെയല്ല, ഇപ്പൊ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. പലരും 6 മാസത്തിൽ അനസ്തീഷ്യ ടെക്നോളജി കോഴ്സ് പഠിച്ചിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി, ആ ഒരു ക്വാളിഫിക്കേഷൻ മതി, +2 കഴിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോഴ്സിൽ ചെന്നപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി ചില കോളേജസിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സ്കാം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, MGR യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഓക്കെ ആണോ കേരളത്തിൽ ജോബ് ചെയ്യാൻ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ തമിഴ്നാട്ടിൽ പഠിച്ച സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴ്നാട്ടിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണ് കേരളത്തിൽ ജോബ് ചെയ്യാൻ ഇന്റർവ്യൂവിന് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരൊരു ഷോർട്ട് ലിസ്റ്റിലും അല്ല, ലാസ്റ്റ് ലിസ്റ്റിലായിരിക്കും അവരെ കൊണ്ടിടുന്നത്. കാരണം കേരളത്തിൽ ജോബ് ചെയ്യാൻ കേരളത്തിലെ അഫിലിയേഷനിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ തമിഴ്നാട് പഠിച്ചിട്ട് കേരളത്തിൽ ജോബ് ചെയ്യാൻ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ മുന്നേ വർക്ക് ചെയ്തെടുത്ത് ഇതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇന്റേൺഷിപ്പിന് വേണ്ടി വന്ന സമയത്ത് പോലും ഡോക്ടേഴ്സ് പറഞ്ഞത് തമിഴ്നാട്ടിൽ പഠിച്ചതല്ലേ, വേണ്ട, അതിന്റെ ആവശ്യമില്ല, കേരളത്തിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് ആ കുട്ടിയെ മാറ്റി നിർത്തിയത്
എനിക്ക് പേഴ്സണലി അറിവുണ്ട്. പക്ഷെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഡിപ്ലോമയെക്കാളും കൂടുതൽ BSc വാല്യൂ വന്നത് കൊണ്ട് അത് മാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി, ഏത് അഫിലിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജ് നല്ലതാണോ, അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒക്കെ നല്ലതായിരിക്കുമോ എന്നതെല്ലാം തന്നെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, അഡ്മിഷൻ എടുക്കാവൂ. ഞാൻ ഇത് പിന്നെയും പറയുന്നതിന്റെ റീസൺ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നതാണ്, ചേച്ചി ഞാൻ BSc OT ആൻഡ് AT ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ സ്കോപ്പ് ഉണ്ടോ? ബെറ്റർ കോഴ്സ് ആണോ ഇത്? അപ്പോ അതെ, ബെറ്റർ കോഴ്സ് ആണ്. BSc ആണ് നിങ്ങൾ എടുത്തത് എന്നുണ്ടെങ്കിൽ ഇത് ബെറ്റർ ആയിട്ടുള്ള കോഴ്സ് ആണ്. പക്ഷെ എടുത്ത കോളേജ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ ചേച്ചി ഞാൻ BVOC അനസ്തീഷ്യ ആൻഡ് OT എടുക്കാൻ പോവാണ്. എംബേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കാൻ പോകുന്നത്. നല്ലതാണോ? പ്ലീസ് റിപ്ലൈ. എനിക്ക് യൂണിവേഴ്സിറ്റി ഇത് ഏതാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഏതാ യൂണിവേഴ്സിറ്റി എന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ BVOC അനസ്തീഷ്യ പലരും ഇപ്പൊ എടുത്ത് കാണുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയില്ല. കാരണം പലരും പറയുന്നു അത് എടുത്തിട്ട് കാര്യമില്ല, പലരും പറയുന്നു അത് ഓക്കെ ആണെന്ന്. പേഴ്സണലി എനിക്ക് അറിയില്ല. ഞാൻ അന്വേഷിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ എത്തിയതിന് ശേഷം അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അത് ചോദിക്കാവുന്നതാണ്. ഈ BVOCനെ പറ്റിയിട്ട് ചോദിക്കുന്ന BVOC അനസ്തീഷ്യയെ പറ്റി ചോദിക്കുന്ന പലരുടെയും കമന്റിന്റെ അടിയിൽ ഓൾറെഡി ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞു. BVOC എടുക്കരുത്, അത് കൊള്ളില്ല, നല്ലതല്ല എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കുറച്ചൊന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി നല്ല കോളേജ് പറഞ്ഞു തരുമോ? ഡിപ്ലോമ എടുക്കാൻ കേരളത്തിന് പുറത്ത് മതി. ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഡിപ്ലോമ എടുക്കാൻ കേരളത്തിന് പുറത്ത് പോവേണ്ട ആവശ്യമില്ല. BSc എടുക്കാനാണെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് പോകും. കാരണം ഡിപ്ലോമ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് പറയുകയാണെങ്കിൽ കിംസ്, അനന്തപുരി, അവിടെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഡിപ്ലോമയാണ്. അപ്പൊ ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് ഡിപ്ലോമ എടുക്കാൻ പുറത്ത് പോകണമെന്നാണ്. ഡിപ്ലോമ എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല കേരളത്തിന് പുറത്ത് പോകണം എന്നുള്ളത്. ഡിപ്ലോമ നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ടുണ്ട്. അതോടൊപ്പം എല്ലായിടത്തും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന കുറച്ചൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെയാണ് ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഏജ് ലിമിറ്റ് എത്രയാ? ഏജ് ലിമിറ്റ് പഠിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 35 ഒക്കെ ആയിരിക്കും. കാരണം 35 മേലെയുള്ള ഏജിലുള്ളവർക്കൊന്നും പുറത്ത് പോകാൻ പറ്റില്ല. ഇപ്പോ 35 മേലെയാണ് എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒന്നില് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ആണെങ്കിൽ പോലും ഏജ് ഓവർ ആയിട്ടായിരിക്കും നമുക്ക് പുറത്ത് എബ്രോഡൊക്കെ പോകാൻ അവർ നോക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു 35 താഴെ ഉള്ളവർക്കായിരിക്കും എന്തായാലും ഈ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് BSc OT എത്ര ഇയർ ആണ് കോഴ്സ്? BSc OT AT എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സാണ്. അപ്പം അതോടൊപ്പം 1 ഇയർ ഇന്റേൺഷിപ്പും കൂടെ ഉണ്ട് കേട്ടോ BSc പഠിച്ചവർക്ക്. ആ 1 ഇയർ ഇന്റേൺഷിപ്പ് ഇപ്പൊ പഠിക്കുന്ന കോളേജസിൽ ആ കോളേജുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി പൈസ കൊടുത്ത് നിന്ന് പഠിക്കുകയോ, അതായത് പൈസ കൊടുത്ത് നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ മുന്നേ വർക്ക് ചെയ്തെടുത്ത് BSc OT AT പഠിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എനിക്ക് അറിയുന്ന, എനിക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള, എനിക്ക് ഹോണസ്റ്റ് ആയിട്ട് എനിക്ക് എൻക്വയറി കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. കാരണം ഞാനൊരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഈ എല്ലാ കോഴ്സിനെ പറ്റിയും അറിയുന്ന ഒരാളോ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം എൻക്വയറി ചെയ്ത് എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സ് പഠിച്ച അവരെല്ലാം വിളിച്ച് ചോദിച്ച് അവരുടെ അടുത്തൊക്കെ മെസ്സേജ് ചെയ്ത് അവർ തന്ന ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അതിൽ ഹോണസ്റ്റ് ഉണ്ട്. കാരണം പഠിച്ച് ഇറങ്ങി ജോലി ചെയ്യുന്നവര് എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെ നിന്നുള്ള കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മുന്നേ വർക്ക് ചെയ്തെടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. BSc OT AT ആണ് പഠിച്ചത്, തമിഴ്നാടാണ് പഠിച്ചത്. പക്ഷെ ആ കുട്ടി ഒരിക്കൽ പോലും ഓപ്പറേഷൻ തിയേറ്റർ കണ്ടിട്ടേ ഇല്ല. ആ കുട്ടി ഓപ്പറേഷൻ തിയേറ്റർ കാണുന്നത് അവിടുത്തെ 3 വർഷത്തെ പഠനം കഴിഞ്ഞ് എവിടെ വരുമ്പോഴാണ്, ഞാൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്റർ കാണുന്നതും ഒരു ആംബ്യൂള് പോലും പൊട്ടിക്കുന്നതും, നമ്മുടെ ഓരോ മെഡിസിൻസിന്റെ ആംബ്യൂള് പൊട്ടിക്കുന്നതും ആംബ്യൂളിന്റെ ഡോസേജും കാര്യങ്ങളും എങ്ങനെ കൊടുക്കണം എന്നതെല്ലാം ആ കുട്ടികൾ പഠിക്കുന്നത് ആ 1 ഇയർ ഇന്റേൺഷിപ്പിലാണ്. ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ BSc പഠിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സെക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോളേജുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ തിയറി ക്ലാസ്സസിന് ശേഷം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാക്ടിക്കൽ ക്ലാസ്സസ് ചെയ്യുള്ളൂ. പല കോളേജസിലും പ്രാക്ടിക്കൽ ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഹോസ്പിറ്റൽസും കൂടെ ഉള്ള കോളേജസിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽസും കൂടെ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചിറങ്ങാൻ വേണ്ടി പറ്റും. ഈ ഒരു റീസൺ കൊണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം വരെയും ഡിപ്ലോമക്കാർക്ക് മുൻഗണന ഉണ്ടായിരുന്നത്. കാരണം ഡിപ്ലോമ എന്ന് പറയുന്നത് അവർ ഫുൾ OTക്കകത്ത് പ്രാക്ടിക്കൽസ് ചെയ്ത് കേസസ് ചെയ്ത് പഠിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. അവർ 6 month ഇന്റേൺഷിപ്പ് അവർക്കുണ്ടെങ്കിൽ പോലും അവർ ആ 6 month ഇന്റേൺഷിപ്പിന് മുന്നേ തന്നെ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ച് പ്രാപ്തരായിട്ട് ഇറങ്ങുന്നത് കൊണ്ടായിരുന്നു ഡിപ്ലോമക്കാർക്ക് കൂടുതലും എന്തുണ്ടായിരുന്നത്, സ്കോപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ BScക്കാർക്ക് സ്കോപ്പ് മാറി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല നല്ല കോളേജസിൽ ഇതുപോലെ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള കോളേജസ് മുന്നിലോട്ട് വന്നത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജ് എടുക്കുകയാണെങ്കിലും അതെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹലോ, ഞാൻ +2 കഴിഞ്ഞ് BSc OT ആൻഡ് AT മാംഗ്ലൂർ AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് നോക്കുന്നത്. അവിടെ എങ്ങനെയാണ്, നല്ലതാണോ? അതുപോലെ മാംഗ്ലൂർ നല്ല കോളേജ് ഒന്ന് സജസ്റ്റ് ചെയ്യുമോ പ്ലീസ്? ബാംഗ്ലൂർ ഞാനൊരു കോളേജ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ആസ്റ്റർ എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയുന്ന ഒരു ഹോസ്പിറ്റലാണ് അല്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, DME ആയിരുന്നോ, എങ്ങനെയാണ് ലീവ് എടുക്കുന്നതിന്റെ കോമ്പൻസേഷൻ ഉണ്ടോ? DME ആയിരുന്നു നമ്മൾ പഠിച്ചതിന് ശേഷം DMEയിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് പേഴ്സണൽ ആയിട്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഡൗട്ട് ഒരുപാട് പേർക്കുണ്ടാവും. കുറെ പേര് +2 കഴിഞ്ഞ് നീറ്റ് റിപ്പീറ്റ് ചെയ്ത്, ഇപ്പൊ നീറ്റിന്റെ റിസൾട്ട് വന്ന് നീറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇനിയും നീറ്റ് റിപ്പീറ്റ് ചെയ്യണമെന്നുമുണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു വർഷം പിന്നെയും വേസ്റ്റ് ആകുമോ എന്ന പേടിയില് അവർക്കൊരു കോഴ്സിൽ ചേരണമെന്നുമുണ്ട്. അങ്ങനെ എനിക്ക് മെസ്സേജ് ചെയ്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആള് നീറ്റ് റിപ്പീറ്റ് ചെയ്തു, റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് ഒന്നുകൂടി നീറ്റ് റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഒരു വർഷവും കൂടി വേസ്റ്റ് ആകുമോ എന്ന പേടിയുമുണ്ട്. അതുകൊണ്ട് ഈ ഡിപ്ലോമ കോഴ്സ് എടുത്ത് അതിൻ്റെ കൂടെ നീറ്റ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നീറ്റ് നിങ്ങളിപ്പോൾ ഡിപ്ലോമ OT AT എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങളുടെ ടൈം അനുസരിച്ചിരിക്കും, നിങ്ങളുടെ അത്രയും ഡെഡിക്കേഷൻ അനുസരിച്ചിരിക്കും. ബിക്കോസ് ഡിപ്ലോമ OT ആൻഡ് ATയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഷിഫ്റ്റ് ഉണ്ട്. നമ്മളൊരു ജോബ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡിപ്ലോമ പഠിക്കുന്നത്. നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് കാണും, ഈവനിങ് ഷിഫ്റ്റ് കാണും, നൈറ്റ് ഷിഫ്റ്റ് കാണും. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ഷിഫ്റ്റും നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ഓൺലൈൻ പഠിക്കാൻ പറ്റും. പക്ഷെ ഏത് സമയത്താണ് ഓൺലൈൻ ക്ലാസ് നടത്തുന്നത്? ഇപ്പൊ സൂം മീറ്റിംഗ് ആണെങ്കിൽ ആ ഒരു ടൈം അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി ഇടുന്നത്, നമുക്ക് തലേ ദിവസമായിരിക്കും നമുക്ക് ഡ്യൂട്ടി ഇടുന്നത്. എന്നും നമുക്ക് ആ ചേഞ്ച് ചെയ്ത് അങ്ങനെ പറ്റില്ല. പിന്നെ നമ്മൾ പോയി വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ക്ഷീണത്തിൽ നമുക്ക് പഠിക്കാനും പറ്റില്ല. ഇതൊക്കെ ഞാനൊരു പോസിബിലിറ്റി പറയുന്നതാണ്. അത്രയും ഡെഡിക്കേഷനിൽ നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ചേരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ OT AT മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ടാണ്, ഡിപ്ലോമ OT AT നിങ്ങൾ ക്ലാസ് ഉള്ള ടൈമിൽ ചെയ്താൽ പോരെ? ക്ലാസ് ഉള്ള ടൈമിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ക്ലാസ് ആയിട്ട് ആദ്യത്തെ ഒരു 3 മാസം കോളേജ് ക്ലാസ് കാണും. അത് കഴിഞ്ഞ് ഫുൾ പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്. ഞാൻ എല്ലാ വീഡിയോസിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേര് വീഡിയോസ് മുഴുവനായിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒന്നും മനസ്സിലാകാത്തതും. ഇതേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലനേഷൻ തന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പിന്നെയും താഴെ വന്ന് കമന്റ് സെക്ഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു വലിയൊരു ഡെസിഷൻ ആണ് ഒരു കോഴ്സ് എടുക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് അതനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ മെഡിക്കൽ പരമായിട്ട് ഏത് കോഴ്സ് നിങ്ങൾ എടുത്താലും നിങ്ങൾ അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം.
അപ്പൊ കുറെയൊക്കെ കമന്റ്സ് ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയും കമന്റ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. പറ്റുന്നതെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും കമന്റ്സ് പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. നിങ്ങളും ഫുൾ ആയിട്ട് കാണില്ല, ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കോഴ്സിനെ പറ്റിയിട്ട് വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ എനിക്കറിയുന്ന രീതിയിൽ എൻക്വയറി ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വന്ന് അതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ OT ആൻഡ് ATA എന്നുള്ള രീതിയിലാണ് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും ഓക്കെ, ബൈ, താങ്ക് യു.